അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ബദാമി ഫോർട്ടിൻ്റെ കാഴ്ചകളായിരുന്നു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് നമ്മളെ കേവ് ടെമ്പിൾസിലേക്കും പട്ടടക്കലേക്ക് ആണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ബദാമി വീഡിയോ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഫോർട്ടിന്ന് നേരെ പോയതുണ്ടല്ലോ ഭൂതനാഥ് മന്ദിറിലേക്കാണ്. ഫോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെയാട്ടോ ഈ ഭൂതനാഥ് മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ഫോർട്ടിന്റെ അടുത്തുള്ള അഗസ്ത്യ തീർത്ഥത്തിന്റെ കരയിലായിട്ടാണ് ഭൂതനാഥ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഞാനപ്പോ ആദ്യം ഇവിടെ സ്ഥലം പോകുന്നതിന് മുമ്പ് തന്നെ ഈ ബദാമിനെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഫോട്ടോസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭൂതനാഥ് ടെമ്പിളിന്റെ വ്യൂ ആയിരുന്നു കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ അങ്ങോട്ട് പോവാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. കാണുന്നതാണ് ഭൂതനാഥ് ടെമ്പിള്. അഗസ്ത്യ തീർത്ഥത്തിന്റെ അപ്പുറത്തെ കരയിലായിട്ട് കാണുന്നതാണ് നമ്മളെ ഭൂതനാഥ് ടെമ്പിൾ. അങ്ങനെ നമ്മള് ഭൂതനാഥ് ടെമ്പിളിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല കേട്ടോ. എന്റെ ഫോണിലെ ചാർജ് അപ്പോഴേക്കും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഉള്ളിലുള്ള വിഷ്വൽസ് ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിലേക്ക് ഭൂതനാഥ് ടെമ്പിളിലേക്ക് എത്തുന്നതിന് മുന്നേ സൂം ചെയ്തെടുത്ത വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു നിർമ്മിതി കേട്ടോ. ഇതും അവിടുത്തെ ആ പാറകൾ തുറന്നുണ്ടാക്കിയിട്ടുള്ളതാണ്. ഭൂതനാഥ് ടെമ്പിളിൽ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഫോൺ ചാർജ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്ഥലമായ നമ്മുടെ കേവ് ടെമ്പിൾസിലേക്ക് പോയിട്ടുള്ളത്. ഭൂതനാഥ് ടെമ്പിളിന്റെ ആ വീഡിയോസ് ഒന്നും നമുക്ക് ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അത് വല്ലാത്തൊരു നഷ്ടമായി പോയി. അങ്ങനെ ഈ കാണുന്നതൊക്കെ ഈ ഫോർട്ടിന്റെയും ഇതിന്റെ ഭാഗമായിട്ടുള്ള ഓരോ ഭാഗങ്ങളാട്ടോ. അലർജി അധികം കുത്തുപണികളോട് കൂടിയിട്ടുള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഭാഗമാണിത്. ഇത് നമ്മൾ ആ കേവ് ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ കേവ് ടെമ്പിളിനോട് ചേർന്നിട്ട് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. ബദാമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണമാണ് നമ്മുടെ കേവ് ടെമ്പിൾസ്. മൊത്തം 4 കേവ് ടെമ്പിൾസ് ആണ് അവിടെ ഉള്ളത്. അതിലിപ്പോ ഇനിയിപ്പോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതാ നമ്മള് കേവ് ടെമ്പിൾസിന്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം കേവ് ടെമ്പിൾസിന്റെ അവിടേക്ക് എത്താൻ. മൊത്തം 4 കേവ് ടെമ്പിൾസ് ആട്ടോ ഉള്ളത്. ഇതെല്ലാം ഈ പാറകൾ തുറന്നിട്ട് പണ്ടത്തെ കാലത്ത് അന്നത്തെ രാജാക്കന്മാര് പണിതെടുത്തുണ്ടാക്കിയതാണ്. എല്ലാതും അവിടുത്തെ ഈ ചുവന്ന തരം പാറക്കല്ലുകൾ തുറന്നിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചുമരിലൊക്കെ നല്ല ഭംഗിയിൽ ഓരോ ശില്പങ്ങളായിട്ട് ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. കേവ് ടെമ്പിൾ ശിവ ടെമ്പിൾ ആണ്. ഈ ശിവ ടെമ്പിളിന്റെ മുമ്പിലെ ചുമരുന്നേല് 18 കൈകളുള്ള ഒരു നടരാജ ശില്പം കൊത്തി വെച്ചിട്ടുണ്ട്. അതാ പാറക്കല്ലുമ്മൽ തന്നെയാണ് കൊത്തി വെച്ചിട്ടുള്ളത്. ഓരോ കേവ് ടെമ്പിൾസിന്റെ മുമ്പിലും ഉള്ളിലെ പ്രതിഷ്ഠ
ഏതാണോ അതിനോടനുബന്ധിച്ചുള്ള കൊത്തുപണികളാണ് അതിന്റെ പുറത്ത് ഉള്ള ചുമരുമേലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. പണ്ടത്തെ കാലത്തെ രാജാക്കന്മാർക്കും രാജകൊട്ടാരത്തിലുള്ളവർക്കും പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമായി എന്നുള്ള രീതിയിലാണ് ഈ 4 ടെമ്പിൾസും, അതേപോലെ തന്നെ ഈ രാജകൊട്ടാരമായിട്ട് ബന്ധപ്പെട്ടും ഈ ഫോർട്ടായിട്ട് ബന്ധപ്പെട്ടും ജീവിക്കുന്നവർക്ക് ആരാധിക്കാനുള്ള ഒരു സ്ഥലം എന്ന നിലയിലാണ് ഈ കേവ് ടെമ്പിൾസ് എല്ലാം ആ ചുവന്ന പാറയിൽ അന്നത്തെ രാജാക്കന്മാര് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഓരോ ടെമ്പിളും ഓരോ വിശ്വാസികൾക്കും, പലർക്കും പല വിശ്വാസമായിരിക്കുമല്ലോ, അപ്പൊ അങ്ങനെ കേവ് ടെമ്പിളിന്റെ പല ഭാഗത്തായിട്ട് ഈ കുരങ്ങന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആ കേവ് ടെമ്പിളിൽ നിന്ന് തന്നെ ഫോർട്ടിന്റെ പല ഭാഗങ്ങളും കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറച്ച് ഭാഗങ്ങളൊക്കെ, ഫോർട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് കേവ് ടെമ്പിള് മഹാവിഷ്ണു ടെമ്പിൾ ആണ്. ആ മഹാവിഷ്ണു ടെമ്പിളിന്റെ ഫ്രണ്ടില്, അതായത് ആ സൈഡിലും അവിടെ ഉള്ള ആ ചുമരുമേലൊക്കെ ഉള്ള കാണുന്ന ആ വിഗ്രഹങ്ങളും ആ ശില്പങ്ങളൊക്കെ വരാഹ, വാമന, നരസിംഹമൂർത്തികളുടെ ശില്പങ്ങളാണ് അവിടെ കൊത്തിവെച്ചിട്ടുള്ളത്. മൂന്നാമത്തെ കേവ് ടെമ്പിൾ ആണ്. വളരെ വലുതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ് മൂന്നാമത്തെ കേവ് ടെമ്പിൾ. അവിടെ ഉള്ളത് എന്താന്ന് വെച്ചാല് മഹാവിഷ്ണുവിന്റെ ആനന്ദശയന രൂപമാണ് അവിടെ ഉള്ളത്. അവിടെ കുത്തിവെച്ചിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ ആനന്ദശയന രൂപവും വാമന രൂപവുമാണ് നമ്മളെ മൂന്നാമത്തെ കേവ് ടെമ്പിളില് കുത്തിവെച്ചിട്ടുള്ളത്. അത് വളരെ വലുതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ അത്. ഈ പാറക്കല്ലുകൾ തുറന്നിട്ടാണല്ലോ ഇതിങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അത്ഭുതവും അതിശയമാണ് കേട്ടോ. ഈ പാറക്കല്ലുകൾ തുറന്നിട്ട് ഇത്ര ഭംഗിയിൽ ഇതൊക്കെ ഇങ്ങനെ നിർമ്മിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നും. ഇത്രയ്ക്കും ഭംഗിയുള്ള രൂപങ്ങളായിട്ടാണ് അവിടെ ഓരോ ശില്പങ്ങളും കൊത്തിവെച്ചിരിക്കുന്നതും. ഈ ഓരോ കേവ് ടെമ്പിൾസിന്റെ തൂണുകളും അങ്ങനെ എല്ലാ ചുമരുകളും എല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ
ഈ കേവ് ടെമ്പിൾസിന്റെ ചുമരിന്റെ മുകൾ ഭാഗത്തും ഓരോ ചിത്രപ്പണികൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. വളരെയധികം നല്ല ഭംഗിയുള്ള ശില്പങ്ങളായിട്ടാണ് ഓരോന്നും ചെയ്തു വെച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് യാതൊരുവിധ മെഷീനറികളുടെ സഹായം ഇല്ലാത്ത ഭംഗിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോ തന്നെ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും നമ്മൾ അവിടെ ചെന്ന് ഇങ്ങനെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്ക് അത്രയും അത്ഭുതവും തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എത്ര ഭംഗിയിലാന്ന് നോക്കിയ ഓരോ ശില്പങ്ങളും അവരിങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് നോക്കണം. യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ട ഒരു സ്ഥലമാണിത്. അത്രയ്ക്ക് മനോഹരമായ ശില്പങ്ങളും കൊത്തുപണികളും ഒക്കെയാണ് ഇതിന്റെ മുകൾ ഭാഗത്തും ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള രൂപത്തിലാണ് എല്ലാതും കൊത്തി വെച്ചിരിക്കുന്നത്. ഓരോ കേവ് ടെമ്പിളിന്റെ അവിടേക്ക് നമ്മൾ സ്റ്റെപ്പ് കയറി വേണം പോവാനായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 4ാമത്തെ കേവ് ടെമ്പിൾ ആണ്. ഈ 4ാമത്തെ കേവ് ടെമ്പിളും ജൈന തീർത്ഥങ്കരന്മാർക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ്. അതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ആ ശില്പങ്ങളൊക്കെ മഹാവീരന്റെയും പാർശ്വനാഥന്റെയും ശില്പങ്ങളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജൈനമതർക്കുള്ള ഒരു അമ്പലം എന്നുള്ള രീതിയിൽ ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കേവ് ടെമ്പിൾ കാണുമ്പോൾ നമ്മൾക്കപ്പോൾ മനസ്സിലാക്കാം അന്നത്തെ രാജാക്കന്മാരും എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചിരുന്നവരായിരുന്നു. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കേവ് ടെമ്പിൾസിന്റെ ഭാഗത്ത് നോക്കിയാല് നമ്മളെ ഫോർട്ടിന്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഫോർട്ടിൽ കണ്ട പോലെ തന്നെ ഈ കേവ് ടെമ്പിൾസിന്റെ ഭാഗത്തും കുരങ്ങന്മാരുടെ ശല്യം ധാരാളം ഉണ്ടായിരുന്നു. ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ കുരങ്ങന്മാർ. ഇവരുടെ ശല്യം ഇവിടെ വളരെ കൂടുതലാണ്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞങ്ങള് ഓട്ടോയില് നമ്മൾ അടുത്ത സ്ഥലമായ പട്ടടയ്ക്കൽക്കാണ് യാത്ര പോകുന്നത്.